നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് റിലേസ് ക്രൈറ്റീരിയൻ ഫോർ റിസോൾവിംഗ് പവർ. ഇതൊരു ക്രൈറ്റീരിയ ആണ്, റിസോൾവിംഗ് പവർ. എന്താണ് റിസോൾവിംഗ് പവർ എന്ന് ആദ്യം നമുക്ക് നോക്കാം. വെൻ ടു ഒബ്ജക്റ്റ് ഓർ ദെയർ ഇമേജസ് ആർ വെരി ക്ലോസ് ടുഗദർ ദേ മേ അപ്പിയർ ആസ് വൺ. അതായത് അടുത്തടുത്തുള്ള രണ്ട് ഒബ്ജക്റ്റുകൾ നമ്മൾ നോക്കുന്ന സമയത്ത്, അത് നമുക്ക് ദൂരെ നോക്കുന്ന സമയത്ത് രണ്ട് അടുത്തടുത്ത് അവർ നമ്മുടെ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ സെപ്പറേഷൻ കുറവാണെങ്കിൽ നമ്മൾ ദൂരെ നിന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് ആ ഒബ്ജക്റ്റ് ഒന്നായിട്ട് തോന്നും. ദേ മേ അപ്പിയർ ആസ് വൺ, നമുക്ക് ഒന്നായിട്ട് ഫീൽ ചെയ്യും. ഇറ്റ് മേ ബി ഇമ്പോസിബിൾ ഫോർ അവർ ഐ ടു സീ ദം സെപ്പറേറ്റ്. നമുക്കത് സെപ്പറേറ്റ് ചെയ്ത് കാണാൻ നമ്മുടെ കണ്ണുകൊണ്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ദൂരെ നിന്ന് നോക്കുന്ന സമയത്ത് ആ രണ്ട് ഒബ്ജക്റ്റ് നമുക്ക് ഒന്നായിട്ട് ഫീൽ ചെയ്യും. അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണാൻ ബുദ്ധിമുട്ടാണ്. കാരണം രണ്ടിൽ നിന്ന് വരുന്ന വേവ് ഓവർലാപ്പ് ചെയ്തിട്ടാണ് നമ്മുടെ കണ്ണിലേക്ക് വരുന്നത്. അതിൻ്റെ ഡിഫ്രാക്ഷൻ പാറ്റേൺ രണ്ടും ഓവർലാപ്പ് ചെയ്ത് വരുന്നതുകൊണ്ട് നമുക്ക് ആ ഒബ്ജക്റ്റ് ഒന്നായിട്ടാണ് ഫീൽ ചെയ്യുക. അപ്പോൾ ഈ കേസിൽ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കാണണമെങ്കിൽ നമ്മളൊരു ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് ഇതിൽ ഉപയോഗിക്കണം. അതായത് ലെൻസസ് അല്ലെങ്കിൽ ടെലിസ്കോപ്പ്, മൈക്രോസ്കോപ്പ് എന്തെങ്കിലും ഉപയോഗിക്കണം. ദ പ്രോസസ് ഓഫ് സെപ്പറേറ്റിംഗ് സച്ച് ഇമേജസ്. അപ്പോൾ ആ രണ്ട് ഇമേജിന് സെപ്പറേറ്റ് ആയിട്ട് കാണണമെങ്കിൽ ആ സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് അതിനെ വിളിക്കുന്ന പേരാണ് റെസൊല്യൂഷൻ. ആ സെപ്പറേറ്റ് ചെയ്യാനുള്ള കഴിവിനെ വിളിക്കുന്നതാണ് റെസൊല്യൂഷൻ, റിസോൾവിംഗ് പവർ എന്ന് വിളിക്കും. അപ്പോൾ റിസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? രണ്ട് സെപ്പറേറ്റ് ഇമേജിനെ ഒരുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഇമേജിനെ രണ്ട് സെപ്പറേറ്റ് ആയിട്ട് കാണാനുള്ള അല്ലെങ്കിൽ കാണിക്കാനുള്ള ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് റെസൊല്യൂഷൻ. അപ്പോൾ എബിലിറ്റി ഓഫ് എൻ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്. അപ്പോൾ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചിട്ട് മാത്രമേ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ദൂരം നമ്മുടെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് മാത്രമേ കാണുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചിട്ട്, അതായത് ടെലിസ്കോപ്പ്, മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് ഇമേജിനെ കാണുന്നത്. ഇപ്പോൾ സ്റ്റാറിൽ നിന്നൊക്കെ വരുന്നത്, ഇപ്പോൾ നമ്മൾ സ്കൈ നോക്കുമ്പോൾ സ്റ്റാറിൽ നിന്നൊക്കെ വരുന്ന ലൈറ്റ് ചിലപ്പോൾ രണ്ട് സ്റ്റാറൊക്കെ ഉണ്ടെങ്കിൽ അതൊരു ഓവർലാപ്പ് ചെയ്തിട്ട് നമുക്ക് ഒറ്റ സ്റ്റാർ ആയിട്ട് തോന്നും. അപ്പോൾ രണ്ട് ഇതിൽ നിന്ന് വരുന്നുണ്ടായിരിക്കും, അത് ഓവർലാപ്പ് ചെയ്ത് വരുന്നതുകൊണ്ട് നമുക്ക് ആ സെപ്പറേഷൻ ഫീൽ ചെയ്യില്ല. അപ്പോൾ ഒരു ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കുക. അപ്പോൾ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റിന് ഒരു എബിലിറ്റി ഉണ്ടായിരിക്കണം. എന്താണ്? രണ്ട് സെപ്പറേറ്റ് ഇമേജ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല, രണ്ട് ഒബ്ജക്റ്റിന് രണ്ടായിട്ട് കാണാൻ പറ്റണം. അപ്പോൾ ദ എബിലിറ്റി ഓഫ് എൻ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് ടു പ്രൊഡ്യൂസ് സെപ്പറേറ്റ് ഇമേജസ് ഓഫ് ടു ഒബ്ജക്റ്റ് വെരി ക്ലോസ് ടുഗദർ. ക്ലോസ് ആയി നിൽക്കുന്ന രണ്ട് ഒബ്ജക്റ്റിന്റെ സെപ്പറേറ്റ് ഇമേജ് ഫോം ചെയ്യാനുള്ള എബിലിറ്റി, അതിന് വിളിക്കുന്നതാണ് റിസോൾവിംഗ് പവർ. നമ്മൾ +2 പഠിച്ചിട്ടുണ്ട് റിസോൾവിംഗ് പവർ ഓഫ് മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ രണ്ട് ഇമേജിനെ സെപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ്, അതിൻ്റെ എബിലിറ്റിയാണ് റിസോൾവിംഗ് പവർ. ആ സെപ്പറേറ്റ് ചെയ്യുന്നതിന് പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് റെസൊല്യൂഷൻ. അപ്പോൾ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സ്. അപ്പോൾ ദൂരെ നിന്ന് വരുന്ന, ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. അപ്പോൾ റിലേസ് ക്രൈറ്റീരിയൻ ഫോർ റിസോൾവിംഗ് പവർ. അപ്പോൾ രണ്ട് ഡിഫറെൻ്റ് ഒബ്ജക്റ്റ് ഇത് അടുത്തടുത്താണെങ്കിൽ അതിൽ നിന്ന് വരുന്ന ലൈറ്റ് വേവ്സ് എന്ത് ചെയ്യും? ഓവർലാപ്പ് ചെയ്തിട്ട് നമുക്ക് ഒറ്റ ഇമേജ് പോലെ നമുക്ക് തോന്നും. അപ്പോൾ ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് കാണണം. സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് റെസൊല്യൂഷൻ. ആ സെപ്പറേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് വെച്ചിട്ട് പറ്റുള്ളൂ, നമ്മുടെ കണ്ണുകൊണ്ട് ഇത് പറ്റില്ല. അതിനെ വിളിക്കുന്ന പേരാണ് റിസോൾവിംഗ് പവർ. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിത് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടൊരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ദൂരെ നിന്ന് വരുന്ന രാത്രി വരുന്ന ലൈറ്റ്, അതായത് ഒരു വണ്ടിയിൽ നിന്ന് വരുന്ന ലൈറ്റ്. അപ്പോൾ ദൂരെ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഒരു കാറിൻ്റെ രണ്ട് ഹെഡ്ലൈറ്റും നമുക്ക് ഒറ്റ ലൈറ്റായിട്ട് തോന്നും, ഒരു സോഴ്സിൽ നിന്ന് വരുന്ന പോലെ തോന്നും. അപ്പോൾ ദൂരെ നിന്ന് വരുന്ന ലൈറ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് രണ്ട് ഹെഡ്ലൈറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതിനിടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്, ആ ഗ്യാപ്പ് നമുക്ക് ഫീൽ ചെയ്യില്ല. ദൂരെ നിന്ന് വരുമ്പോൾ നമുക്ക് ഒറ്റ ലൈറ്റ് പോലെയാണ് തോന്നുന്നത്. അത് അടുത്തേക്ക് വരുന്തോറാണ് ആ സെപ്പറേഷൻ നമുക്ക് കാണുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് വരുന്ന ലൈറ്റിൻ്റെ ഇതാണ് അതിൻ്റെ സെൻട്രൽ മാക്സിമം. ഇതിൻ്റെയും മറ്റേ ലൈറ്റിൻ്റെ സെൻട്രൽ മാക്സിമം ഓവർലാപ്പ് ചെയ്തിട്ടാണ് നമ്മുടെ കണ്ണിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ദൂരെ നോക്കുമ്പോൾ ഇത് രണ്ട് വരുന്ന ഡിഫ്രാക്ഷൻ പാറ്റേണും ഓവർലാപ്പ് ചെയ്ത് വരുന്നുണ്ട്. നമുക്ക് ഒറ്റ ഇതായിട്ട് ഫീൽ ചെയ്യും. നമുക്ക് കാറ് അടുത്തെത്തി കഴിഞ്ഞാൽ അപ്പോൾ ദിറ്റ് ഈസ് നോട്ട് റിസോൾവ്ഡ്. ഇത് റിസോൾവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇനി നമുക്ക് കുറച്ച് നമ്മുടെ അടുത്തേക്ക് വരുന്തോറും നമുക്ക് കുറച്ച് ഈ ഗ്യാപ്പ് ഒന്നും കൂടി ഫീൽ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ഇവിടെ ഫസ്റ്റ് ലൈറ്റിൽ നിന്ന് വരുന്ന ഡിഫ്രാക്ഷൻ പാറ്റേൺ, അത് രണ്ടാമത്തെ ലൈറ്റിൽ നിന്ന് വരുന്ന ഡിഫ്രാക്ഷൻ പാറ്റേൺ. അപ്പോൾ ചെറിയൊരു സെപ്പറേഷൻ നമുക്ക് ഇതിൻ്റെ ഇടയിൽ വരും. അത് ഈ ഫിഗറിൽ കറക്റ്റ് കാണിച്ചിട്ടുണ്ട്. ഇതാണ് പെർഫെക്റ്റായിട്ട് വന്നിട്ടുള്ളത്. ഇത് കുറച്ച് സെപ്പറേഷൻ വന്നു. ആദ്യത്തെ കേസ് ഇതാണ്, രണ്ട് ലൈറ്റും അടുത്തടുത്ത് വരുന്ന സമയത്ത് ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് വരുമ്പോൾ നമുക്കിത് രണ്ടും ഫീൽ ചെയ്യും. ഇനി കാറ് നമ്മുടെ കുറച്ച് അടുത്തെത്തി കഴിഞ്ഞാൽ അപ്പോൾ രണ്ട് ലൈറ്റും നമുക്ക് ഡിഫറൻ്റ് ആയിട്ട്
ഫീൽ ചെയ്യും. അതായത് ഇതിൽ നിന്ന് വരുന്ന ലൈറ്റ് കുറച്ച് ഗ്യാപ്പ് നമുക്ക് 2 സോഴ്സ് പോലെ നമുക്ക് തോന്നും. അപ്പോൾ ഇതിൽ പെർഫെക്റ്റായിട്ട് നമുക്ക് വരുന്നത് ഫസ്റ്റ് വേവിൻ്റെ ഇത് സെൻട്രൽ മാക്സിമമാണ്. ഇത് ഫസ്റ്റ് ലൈറ്റിൽ നിന്ന് വരുന്നതിൻ്റെ സെൻട്രൽ മാക്സിമം. അതിൻ്റെ മിനിമത്തിൽ ഇതാണ് അതിൻ്റെ മിനിമം ഇൻറ്റൻസിറ്റി. ഇതിൻ്റെ മുകളിൽ എന്ത് ചെയ്യണം, വേറൊരു ഇത് വരണം. അതായത് ഇതിൽ പറയുന്നത് ടു മെഷർ ദ റിസോൾവിംഗ് പവർ ഓഫ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് റിലേസ് സജസ്റ്റഡ് ദാറ്റ് ദ 2 സോഴ്സസ് ഓഫ് ദെയർ ഇമേജ് ഷുഡ് ബി റിഗാർഡ് ആസ് സെപ്പറേറ്റ്. രണ്ടും എന്തായിരിക്കണം, ഇമേജ് എന്തായിരിക്കണം, സെപ്പറേറ്റ് ആയിരിക്കണം. ഇഫ് സെൻട്രൽ മാക്സിമം ഓഫ് ദ പാറ്റേൺ ഫോൾസ് ഓവർ ദ ഫസ്റ്റ് മിനിമം. അപ്പോൾ സെൻട്രൽ മാക്സിമം ഇതാണ് സെൻട്രൽ മാക്സിമം. അത് സെൻട്രൽ മാക്സിമം ഇതിൻ്റെ ഫസ്റ്റ് മിനിമത്തിൽ എന്ത് ചെയ്യണം, വന്ന് വീഴണം. ദിസ് ഈസ് ഈക്വലൻ ടു ദ കണ്ടീഷൻ ദാറ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റേഴ്സ് ഓഫ് പാറ്റേൺ ഷുഡ് ബി ഈക്വൽ ടു ദ റേഡിയസ് ഓഫ് അർ. അപ്പോൾ ഈ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് രണ്ട് സെപ്പറേറ്റ് ആയി. അപ്പോൾ നമുക്ക് നോക്കി അറിയാം, ഇതിൽ നിന്ന് ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ആ ഒരു ഡാർക്ക് റിങ്ങിൻ്റെ റേഡിയസ് ആയിട്ട് നമ്മൾ എടുക്കാറ്. അപ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഇതിനെ വിളിക്കുന്നതാണ് റിലേ. ഇതൊരു ക്രൈറ്റീരിയ ആണ്. അപ്പോൾ ഈ ക്രൈറ്റീരിയ വെച്ച് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 2 സോഴ്സും ഡിഫറൻ്റ് ആയിട്ട് കാണാനായിട്ട് പറ്റും. ഇതിൻ്റെ റിസോൾവിങ് ഇതിനെ വിളിക്കുന്നതാണ് റിസോൾവിങ് പവർ. അത് ഓപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ആണ്. ഇത് നമുക്ക് അടുത്തേക്ക് വന്നാൽ നമ്മുടെ കണ്ണിനാണ് ഇത് സംഭവിക്കുന്നത്. അടുത്തേക്ക് വന്നാൽ മാത്രമാണ് നമുക്ക് 2 സോഴ്സായിട്ട് നമുക്കിതിൽ കാണാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടണം. അപ്പോൾ റിലേസ് ക്രൈറ്റീരിയൻ ഉപയോഗിച്ചിട്ട് സ്പെക്ട്രൽ ലൈൻസ് ക്യാൻ ബി ജസ്റ്റ് റിസോൾവ്ഡ്. നമുക്ക് റിസോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് റിലേസ് ക്രൈറ്റീരിയൻ ഫോർ റിസോൾവിങ് പവർ. ഇത് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഹെഡ്ലൈറ്റിൻ്റെ പറഞ്ഞത്. അതായത് നമ്മൾ ദൂരെ നിന്ന് നമ്മളൊരു ചെടീനെ നോക്കുമ്പോൾ 2 ഇലകളുണ്ടെങ്കിൽ 2 ഇലകൾ നമ്മൾ ഡിസ്റ്റൻസ് കുറവാണെങ്കിൽ നമ്മൾ ദൂരെ നോക്കുമ്പോൾ നമുക്ക് ഒറ്റ ലീഫായിട്ട് അത് ഫീൽ ചെയ്യും. അതിൽ നിന്ന് വരുന്ന പാറ്റേൺ ഓവർലാപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു ക്രൈറ്റീരിയ, അതായത് ഒരു വേവിനെ മറ്റേ വേവും സെപ്പറേറ്റ് ചെയ്യുന്ന ക്രൈറ്റീരിയ ആണ് എന്ത് റിസോൾവിങ് പവർ റിലേസ് ക്രൈറ്റീരിയൻ എന്ന് പറയുന്നത്. സിമ്പിളാണ്. ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ഇത് പഠിച്ചാൽ മതി. പിന്നെ ഇതൊന്ന് വായിച്ചു നോക്കാം, അപ്പോൾ അത് ക്ലിയർ ആവും. നമുക്ക് റിസോൾവിങ് പവർ ഓഫ് പ്ലെയിൻ ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗ് നോക്കാം. പ്ലെയിൻ ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഒരു 2 വേവ് ലെങ്ത്തുള്ള ലൈറ്റ്. അപ്പോൾ ഇത് ഫസ്റ്റ് വേവ് ലെങ്ത്താണ് ലാംഡ. അപ്പോൾ ലാംഡ ഉണ്ടാക്കുന്ന പ്രിൻസിപ്പൽ മാക്സിമാണിത്, അതായത് സെൻട്രൽ മാക്സിമാണ് P1. അപ്പോൾ ഈ വേവിൻ്റെ വേവ് ലെങ്ത്താണ് ലാംഡ. അടുത്തൊരു വേവ് ഉണ്ട്, അതിൻ്റെ വേവ് ലെങ്ത്താണ് ലാംഡ പ്ലസ് ഡി ലാംഡ. ഈ ലാംഡ ഉണ്ടാക്കുന്ന ഈ സെൻട്രൽ മാക്സിമം ഇത് നമ്മളുടെ ഡിസ്റ്റൻസ്, ഇവിടെ ആംഗിളാണ് തീറ്റ എന്ന് പറയുന്ന ആംഗിൾ. തീറ്റ n വേണമെങ്കിൽ നമുക്ക് എടുക്കാം, തീറ്റ n. ഇനി ഇതിൽ നിന്ന് P2ലേക്ക് വരുന്ന ആ P1 ടു P2 എന്ന് പറയുന്നത് സെൻട്രൽ മാക്സിമം ഫോർ വേവ് ലെങ്ത് ലാംഡ പ്ലസ് ഡി ലാംഡ. ആ ആംഗിളാണ് ഡി തീറ്റ എന്ന് പറയുന്ന ആംഗിൾ. 2 ആംഗിളാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇതൊരു പ്ലെയിൻ ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗ് ആണ്. 2 വേവ് നമുക്ക് റിലേസ് ക്രൈറ്റീരിയൻ പോലെ 2 സെപ്പറേറ്റ് ആയിട്ട് കിട്ടി. ഇതിൽ ഗ്രേറ്റിംഗ് എലമെന്റ് നമ്മളിതിലൂടെ E അല്ല, ഇവിടെ A+B ആണ്. ഗ്രേറ്റിംഗ് എലമെന്റ് ആണ് A+B, n ലൈൻസ് പെർ യൂണിറ്റ് ലെങ്ത്. അപ്പോൾ ഫസ്റ്റ് വേവ് ലെങ്ത് ബീമിൻ്റെ വേവ് ലെങ്ത് ലാംഡയാണ്, രണ്ടാമത്തെ വേവിൻ്റെ വേവ് ലെങ്ത് ആണ് ലാംഡ പ്ലസ് ഡി ലാംഡ. ഈ സർഫസിലേക്കാണ് അത് ഗ്രേറ്റ് ചെയ്യുന്നത്. സ്ക്രീൻ നമ്മുടെ SS1 ആണ്, നമ്മുടെ സ്ക്രീൻ SS1. ഇനി P1 റെപ്രസെന്റ് ദ പൊസിഷൻ ഓഫ് nth ഓർഡർ പ്രൈമറി മാക്സിമം. nth ഓർഡർ പ്രൈമറി മാക്സിമം ആണ് നമ്മൾ P1 കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സിമിലർലി P2 ആണ് എന്ത് റെപ്രസെന്റ് ചെയ്യുന്നത്, പ്രൈമറി മാക്സിമം സ്പെക്ട്രൽ ലൈൻ ഫോർ വേവ് ലെങ്ത് ലാംഡ പ്ലസ് ഡി ലാംഡ. അപ്പോൾ P2 എന്ന് പറയുന്നത് ലാംഡ പ്ലസ് ഡി ലാംഡയുടെ, P1 എന്ന് പറയുന്നത് ലാംഡയുടെ. അപ്പോൾ nth ഓർഡർ മാക്സിമം ലൈൻസ് ക്യാൻ ബി റിസോൾവ്ഡ് ഇഫ് P2 ഈസ് കറസ്പോണ്ടിങ് ടു ദ ഫസ്റ്റ് മിനിമം ഓഫ് വേവ് ലെങ്ത് ലാംഡ. അപ്പോൾ ഇതിൽ നമുക്ക് ദ പ്രിൻസിപ്പൽ മാക്സിമം ഓഫ് വേവ് ലെങ്ത് ലാംഡ ഡിഫ്രാക്ഷൻ ആംഗിൾ തീറ്റാൻ. അപ്പോൾ ലാംഡയുടെ ഡിഫ്രാക്ഷൻ ആംഗിൾ എത്രയാണ്, നമ്മളിതിൽ നോക്കിയറിയാം. ആ ഫിഗറിൽ ലാംഡയുടെ ഫസ്റ്റ് വേവ് ലെങ്ത് അല്ലേ, അതിൻ്റെ ഡിഫ്രാക്ഷൻ ആംഗിൾ തീറ്റാൻ ആണ്. തീറ്റാൻ. അപ്പോൾ ഇവിടെ A+B സൈൻ തീറ്റാൻ ഇസ് ഈക്വൽ ടു n ലാംഡ. ഇത് ഗ്രേറ്റിംഗ് ഫോർമുല പറയാൻ ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുക. ഇനി ഇക്വേഷൻ
for the first minimum of wavelength lambda in the direction theta n plus d theta. അത് theta n ആണ് പ്ലസ് അതിൻ്റെ കൂടെ എന്ത് വരും d theta കൊണ്ട് വരും. അപ്പോൾ n ഇൻറ്റു a plus b sin theta n plus d theta is equal to n n plus 1 lambda. ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 വിളിക്കാം. The nth principal maximum. nth principal maximum. അപ്പോൾ അതിൻ്റെ വേവ് ലെങ്ത് എന്താണ്? പ്രിൻസിപ്പൽ മാക്സിമം nth ആണ്. അപ്പോൾ ലാംഡ രണ്ടാമത്തെ വേവ് ലാംഡ പ്ലസ് ഡി ലാംഡ ഇൻ ഡയറക്ഷൻ. അപ്പോൾ എൻ്റെ കൂടെ എത്രയായിരിക്കും? ലാംഡ പ്ലസ് ഡി ലാംഡ അല്ലേ? അപ്പോൾ തീറ്റ n. ലാംഡയുടെ തീറ്റ n ആണ്. ഡി ലാംഡയുടെ വരുമ്പോൾ ഡി തീറ്റ. അപ്പോൾ ഇത് നമുക്ക് അതിൽ കൊടുക്കാം. അപ്പോൾ എ പ്ലസ് ഡി സൈൻ തീറ്റ ഇവിടെ എന്ത് വരും? തീറ്റ n പ്ലസ് ഡി തീറ്റ n ഇൻറ്റു ലാംഡ പ്ലസ് ഡി ലാംഡ. ഇക്വേഷൻ നമ്പർ 3. അപ്പോൾ ഇക്വേഷൻ നമ്പർ 3 നമുക്ക് കിട്ടിയത് ഇതാണ്. എ പ്ലസ് ബി സൈൻ തീറ്റ n പ്ലസ് ഡി തീറ്റ n ഇൻറ്റു ലാംഡ പ്ലസ് ഡി ലാംഡ. ഇനി ഈ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. ബൈ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നമ്പർ ഓഫ് ലൈൻസ് അല്ലേ, ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ n ഇൻറ്റു എ പ്ലസ് ബി സൈൻ തീറ്റ n പ്ലസ് ഡി തീറ്റ ഇസ് ഈക്വൽ ടു n ഇൻറ്റു ഡി ലാംഡ പ്ലസ് ഡി ലാംഡ. ഇക്വേഷൻ നമ്പർ 4. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ എൽ എച്ച് എസ് ഏതിൻ്റെ? ഇക്വേഷൻ നമ്പർ 1ൻ്റെ 2ൻ്റെ എൽ എച്ച് എസും ഇക്വേഷൻ നമ്പർ 4ൻ്റെ എൽ എച്ച് എസ് എന്നാണ് സെയിം ആണ്. അതുകൊണ്ട് നമുക്കിതിനെ n പ്ലസ് 1 ലാംഡ ഇസ് ഈക്വൽ ടു എന്തെഴുതാം? n ലാംഡ പ്ലസ് ഡി ലാംഡ എന്ന് എഴുതാം. അപ്പോൾ ഇതിൽ നിന്ന് അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇത് ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ ലാംഡ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? n ഡി ലാംഡ. അപ്പോൾ അതിൽ ലാംഡ ഇസ് ഈക്വൽ ടു n ഡി ലാംഡ അല്ലെങ്കിൽ ലാംഡ ബൈ ഡി ലാംഡ ഇസ് ഈക്വൽ ടു n കിട്ടി. അപ്പോൾ ഈ ഇക്വേഷനാണ് റിസോൾവിംഗ് പവർ ഓഫ് ഗ്രേറ്റിംഗ്. അപ്പോൾ റിസോൾവിംഗ് പവർ ഓഫ് ഗ്രേറ്റിംഗ് ചോദിച്ചു കഴിഞ്ഞാൽ ലാംഡ ബൈ ഡി ലാംഡ ഇസ് ഈക്വൽ ടു n. ഇതാണ് റിസോൾവിംഗ് പവർ ഓഫ് ഗ്രേറ്റിംഗ്. അപ്പോൾ ഈ ഇക്വേഷൻ നമ്പർ 5 നമുക്കൊരു കാര്യം മനസ്സിലായത്, ദ റിസോൾവിംഗ് പവർ ഓഫ് ഗ്രേറ്റിംഗ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിഫ്രാക്ഷൻ ഓർഡറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ്. n ആണ് ഓർഡർ. പിന്നെ എന്തിന് പ്രൊപ്പോർഷനാണ്? ലൈൻസ് പെർ യൂണിറ്റ് ലെങ്ത്തിനും പ്രൊപ്പോർഷനാണ്. അപ്പോൾ ലൈൻസ് പെർ യൂണിറ്റ് ലെങ്ത്തിനും ഓർഡറിനും പ്രൊപ്പോർഷണലാണ് എന്ത്? റിസോൾവിംഗ് പവർ ഓഫ് ഗ്രേറ്റിംഗ്. അപ്പോൾ റിസോൾവിംഗ് പവർ ഓഫ് ഗ്രേറ്റിംഗ് ഇക്വേഷനാണ് ലാംഡ ബൈ ടി ലാംഡ ഇസ് ഈക്വൽ ടു n.